ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. മധ്യപ്രദേശിൽ സ്വന്തം ഭാര്യയെ ഭർത്താവ് മകളുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നു. എന്നാൽ മധ്യപ്രദേശ് ഹൈക്കോടതി ഈ ഒരു വ്യക്തിയെ വെറുതെ വിട്ടു. കാരണം സാക്ഷികളില്ല അല്ലെങ്കിൽ തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഈ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചായിരുന്നു വെട്ടിക്കൊന്നിട്ടുണ്ടായത്. എന്നാൽ കുട്ടികളുടെ സാക്ഷിമൊഴി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിന് അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതിയിലെ ബെഞ്ച് ജസ്റ്റിസ് മനോജ് മിശ്രയും പർദിവാലയും ആണ് ബെഞ്ചിലുണ്ടായിരുന്നത്. അവർ ഈ ഒരു വ്യക്തിക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കോടതി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എവിടെയും ഒരു ഏജ് ക്രൈറ്റീരിയ പറ്റില്ല. അത് കുട്ടിയായിരുന്നാലും ശരി അല്ലെങ്കിൽ മുതിർന്നവരായിരുന്നാലും ശരി, എവിഡൻസ് അല്ലെങ്കിൽ സാക്ഷികൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമോ ഡിസ്ക്രിമിനേഷൻസോ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സാക്ഷിമൊഴി എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെങ്കിൽ എടുക്കുമ്പോൾ അത് സ്വീകാര്യമാണോ, അത് ജെനുവിൻ ആണോ എന്നൊരു കാര്യം മാത്രം കോടതികൾ പരിശോധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫൻഡന്റ് പറഞ്ഞിട്ടുള്ളത് കുട്ടികളുടെ സാക്ഷിമൊഴി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ എന്താണ് എപ്പോഴാണ് പറയുക എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഡിഫൻഡന്റ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കോടതി ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴുള്ള കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാക്ഷിമൊഴി എടുക്കുന്നതിന് യാതൊരു നിയമ തടസ്സവും ഇല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്തിട്ട് അതിന് പ്രത്യേകിച്ചും ഫാമിലി കോർട്ടിൽ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസിലാണ് കുട്ടികൾ സാക്ഷി ആയിട്ട് വരിക. കാരണം ഇതൊരു വീട്ടിന്റെ ഉള്ളിലായിരിക്കും നടക്കുക. അങ്ങനെയുള്ളപ്പോൾ കുട്ടികളോ മറ്റേ ആയിരിക്കും അതിന്റെ സാക്ഷികളായിട്ടുണ്ടാവുക. ആ സാക്ഷി മൊഴി എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം ആ സ്ത്രീക്ക് നീതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സാക്ഷി മൊഴികൾ എടുക്കുക തന്നെ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ മധ്യപ്രദേശ് ഹൈക്കോടതി വിധിച്ച പോലെ ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയേക്കാം. ഇത് അപ്പീലിന് പോയതുകൊണ്ട് സുപ്രീം കോടതി ഈ ഒരു കാര്യം ക്ലിയർ ആക്കി തന്നു. അതിന് സുപ്രീം കോടതിക്ക് വലിയൊരു നന്ദി. ഈ ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.